ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ അതുകൊണ്ടാണ് നമ്മുടെ ചെലവുകളും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അമ്മയ്ക്ക് 80 വയസ്സുണ്ട്. അമ്മയ്ക്ക് അറിയാമല്ലോ, 80 വയസ്സുള്ള ഒരാൾ എത്രത്തോളം എന്ത് ചെയ്യാൻ കഴിയും? അമ്മ തന്നെയാണ്. അപ്പം ഇത് കാണുന്നവര് അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള സഹായം ചെയ്യുകയെന്നുണ്ടെങ്കിൽ. ഹായ്, നമസ്കാരം. അജാസേനുദ്ദീനാണ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചൽ കരുകോന്ന് സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ്. ആ ചേട്ടന് 28ാമത്തെ വയസ്സിന് ശേഷം അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുകയാണ്. ആ ചേട്ടൻ്റെ ഉപജീവന മാർഗമായിട്ട് ചേട്ടൻ വീട്ടിൽ വെച്ചിട്ട് കുടയും അതേപോലെ തന്നെ പേനയും നിർമ്മിച്ച് ഉപജീവന മാർഗം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേട്ടനെയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഈ വീടിനകത്ത് കയറി വന്നിട്ടുണ്ട്. ചേട്ടന് ഈ റൂമിൽ ഇരിപ്പുണ്ട്. നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകാം. ബാ. നമസ്കാരമുണ്ട് ചേട്ടാ. നമസ്കാരം. ചേട്ടാ, പേരെന്തായിരുന്നു? എൻ്റെ പേര് സുരേഷ് ബാബു. ഈ സ്ഥലപ്പേര് ഇത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ കരുകോണം എന്ന് പറയും. ചേട്ടൻ എന്തോ പറ്റിയായിരുന്നു? എനിക്ക് 28 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നടക്കാൻ വയ്യാതെ കുറച്ചായി കുറഞ്ഞു വന്നിങ്ങനെ ആയതാണ്. മുമ്പ് വരെ കച്ചവടം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നടക്കാൻ വയ്യാതായി കുറഞ്ഞു വന്നത്. ഇവിടെ എൻ്റെ വീട്ടിലെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇല്ല. ഞാൻ എൻ്റെ ഉപജീവന മാർഗമായിട്ട് ചെയ്യുന്നത് പേപ്പർ പേന ഉണ്ടാക്കാറുണ്ട്. പിന്നെ കൊട, ഈ 3 ഫോൾഡിൻ്റെ കൊട ഉണ്ടാക്കി അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് പിന്നെ പേനയാണ്. ഇത് പേനയെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് റീഫില്ലർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, പ്ലാസ്റ്റിക്കായിട്ട്. ബാക്കിയെല്ലാം ഇത് ദ്രവിച്ചു പോകുന്ന സൈസ് സാധനമാണ്, പേപ്പർ മാത്രമാണ്. ഇതിൻ്റെ മൂട്ടിൽ നമ്മളൊരു വിത്ത് വെക്കും. അപ്പോൾ ഈ വിത്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതിനകത്ത് ഒരു പ്ലാന്റ്, ഒരു ചെടി കിളിച്ചു വരും. അപ്പോൾ നമ്മൾ ഒരു പേന വാങ്ങിയാൽ ഒരു ചെടി, അതാണ് ഇതിൻ്റെ രീതി. കുടയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് അങ്ങനെ പറയാൻ ഞങ്ങൾ ഒരു 100ഓളം പേരുണ്ട്. ഇതുപോലെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു 100ഓളം പേരുണ്ട്. അവര് എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നാണ് മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് ഇതിനൊരു ഫിക്സഡ് റേറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിലും പല റേറ്റിലാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഓപ്പണായിട്ട് ഇതിൻ്റെ വില പറയാത്തത്. വാട്സപ്പിൽ നമ്മൾ വില പറയുന്നു. ആവശ്യപ്പെടുന്നവരെ വാട്സപ്പിൽ വരാൻ പറയും. വാട്സപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ വില പറഞ്ഞ് ഇന്ത്യയിൽ എവിടെയായാലും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും. മഴ സീസണൊക്കെയാണ്. ഇപ്പം നമുക്ക് കുറേശ്ശെ കുട എടുത്ത് വെച്ചാണ് നമ്മൾ വിൽക്കുന്നത്, ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാര്യം ഒന്നിച്ചെടുത്ത് വെക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് 10, 25, 50 അങ്ങനെയുള്ള സംഖ്യയായിട്ട് എടുത്തിട്ട് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ അടുത്ത് എടുക്കുന്നത്. അല്ല ഒന്നിച്ചെടുക്കാനുള്ള ഒരെണ്ണമായിട്ട് തരുന്നവരുണ്ട്, വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരെണ്ണമായിട്ട് തരുന്നവരുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ അവരെ വേണ്ട എന്ന് പറയത്തില്ല. അവർ ഒരെണ്ണം വാങ്ങിച്ച് 10 പേര് വാങ്ങിക്കുമ്പോൾ 10 കുട പോകുമല്ലോ. അങ്ങനെ അതുകൊണ്ട് നമ്മളെ കൊറിയർ നമ്മൾ മറ്റു പരസഹായം വെച്ചാണ് അയക്കുന്നത്. അല്ല നമുക്ക് കൊണ്ടുപോയി അയക്കാൻ പറ്റത്തില്ലല്ലോ. മറ്റുള്ള ആൾക്കാരെ സഹായം തേടിയാണ് നമ്മളിത് കൊറിയറൊക്കെ അയക്കുന്നത്. അത് ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ അതുകൊണ്ടാണ് നമ്മുടെ ചെലവുകളും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അമ്മയ്ക്ക് 80 വയസ്സുണ്ട്. അമ്മയ്ക്ക് അറിയാമല്ലോ, 80 വയസ്സുള്ള ഒരാൾ എത്രത്തോളം എന്ത് ചെയ്യാൻ കഴിയും? അമ്മ തന്നെയാണ്. അപ്പം ഇത് കാണുന്നവര് അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള സഹായം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇത് ഇപ്പോൾ കുട വാങ്ങിച്ചും ഒക്കെ സഹായിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. ഈ പേന എന്ന് പറയുമ്പോൾ നമ്മളിത് കൊടുക്കുന്നത്
പ്ലെയിനായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള ഫോട്ടോ, പിന്നെ ഹൗസ് വാമിങ്, അങ്ങനെ മറ്റേ പാർട്ടി പരിപാടികൾ എന്തുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റിക്കർ, കമ്പനിയുടെ ലോഗോ എല്ലാം സ്റ്റിക്കർ ചെയ്ത് നമ്മൾ അതിൻ്റെ പരസ്യമായിട്ടുള്ള രീതിയിലും ഇത് കൊടുക്കാറുണ്ട്. അത് ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കാറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചേട്ടന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വേറൊന്നുമല്ല, ഈ ഒരു കുട അതേപോലെ തന്നെ പേന എല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് മേടിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇവരുടെ ഉപജീവന മാർഗമാണ് ഈ ഒരു കുടയും ഈ ഒരു പേനയും. ഈ 2 സാധനവും സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസയ്ക്കാണ് ഇവർ ആഹാരം വാങ്ങിച്ച് ജീവിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു അമ്മയും മോനും, അമ്മയ്ക്കാണ് 80 വയസ്സുണ്ട് അമ്മയ്ക്ക്. ഈ ചേട്ടനെ നിങ്ങൾ പരമാവധി മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പരും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ച് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.